അന്യ ആണും അന്യ പെണ്ണും തമ്മിൽ ചാറ്റിങ് നടക്കാൻ നേർക്ക് നേരുള്ള സംസാരം സമ്പർക്കമൊന്നുമല്ലല്ലോ, അത് പ്രശ്നമല്ല. അതിന് ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടല്ലോ പെണ്ണിന്റെ സൗണ്ട് ഔറത്തിൽപ്പെട്ടതല്ല അല്ലേ മത്തൽമിലുള്ളത്. ശബ്ദം ഔറത്തിൽപ്പെട്ടതല്ല. നേരെ അപ്പുറത്ത് തന്നെ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആ ശബ്ദം കൊണ്ടൊരാനന്ദം നിനക്ക് വന്നാൽ, ആ ശബ്ദം മുഖേന വികാരപരമായ ഏതെങ്കിലും ഒരു ചിന്തയും രൂപവും ഭാവവും നിനക്കുണ്ടായാൽ അതിന്റെ നിയമം നീ അത് കേൾക്കുന്നതും അത് ആസ്വദിക്കുന്നതും നിഷിദ്ധമാണ്, ഹറാമായിട്ടാണത് എണ്ണിയിരിക്കുന്നത്. ചാറ്റിങ് നടത്തുന്നവൻ, അതേ സംസാരം മയക്കുന്നവൻ, മെസ്സേജ് വിടുന്നവൻ, എഴുതി വിടുന്നവൻ, അവനൊക്കെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും സഹോദരങ്ങൾക്കും അതിലൊരു ത്രില്ലുണ്ട്. അതിലൊരു പ്രത്യേക സഹോദരന്മാരെ ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു ആനന്ദം ഉള്ളത് കൊണ്ടാണ് മനുഷ്യൻ അവന്റെ ശരീരത്തിന് ഉറക്കം കൊടുക്കേണ്ട പാതിരാത്രിയിലും 2 മണി 3 മണി 4 മണി സമയത്തും ഉറക്കമൊഴിച്ചതിന്റെ പിന്നാലെ വലിഞ്ഞുകൂടും. ഭാര്യമാരെന്ന് പറയുന്നത് അല്ലാഹു തആല നമുക്ക് നൽകിയ ആഖിറത്തിലേക്കുള്ള ഒരു മുത്താണ്. നമ്മുടെ കുട്ടികളുടെ ഉമ്മ അഥവാ നമ്മുടെ ഭാര്യ, അവരാണ് നമ്മുടെ എല്ലാം. അത് വല്ലാത്തൊരു ബറക്കത്താ. ഭാര്യയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം അത് കുട്ടികളെ മുന്നിൽ വെച്ചപ്പോ പറയുന്നില്ല. ഈ മക്കളുടെ ഉമ്മല്ലേ നമ്മുടെ ഭാര്യ. ഭാര്യമാരെ വിഷമിപ്പിക്കരുത്, ഭാര്യമാരെ വേദനിപ്പിക്കരുത്, ഭാര്യമാരെ കരയിപ്പിക്കരുത്. കരയിപ്പിച്ചോ അപകടമാണ്, അല്ലാഹു ബറക്കത്തെടുത്ത് കളയും. ഭാര്യയോട് എത്ര കണ്ട് സന്തോഷത്തിലാണോ നസലത്ത് ബിഹിമുർ റഹ്മ എന്ന കിതാബിൽ കാണാം. അള്ളാഹു ഐശ്വര്യം നൽകുന്നതാണ് ആ ദമ്പതികൾക്ക്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ചില ആളുകളൊക്കെ എന്തരങ്ങള് ഒരു മജ്ലിസ് വന്ന് എന്തൊരു നല്ല സ്വഭാവമായിരിക്കും അറിയോ. ഒരു മജ്ലിസ് വന്ന് എന്തൊരു നല്ല സ്വഭാവം അറിയോ. ഒരു മീറ്റിംഗിൽ ചെന്നോക്കി, പള്ളിയിൽ ചെന്നോക്കി, ഭാര്യയുടെ അരികിൽ എത്തിക്കഴിഞ്ഞാൽ നരി മോഡല്, ഭാര്യമാരുടെ അരികിൽ എത്തിയ നരി മോഡല്. അല്ലോ അത് പുലി മോഡല് കൂട്ടിക്കോളി. പുലി മോഡല് ഒന്ന് ചിരിക്കൂലാന്ന്. ഒരു ഭാര്യയോട് 10 മിനിറ്റ് പുഞ്ചരിച്ച് സംസാരിച്ചാൽ എന്തുമാത്രം ബറക്കത്താണ് മഹാന്മാര് പഠിപ്പിക്കുന്നത്. ചില ഉപ്പയെ കണ്ട മക്കൾ അടുക്കളയിലേക്ക് ഓടും. അപ്പൊ ഉമ്മ ചോദിക്കും, എന്താ മക്കളെ? അവിടെ വാപ്പ വന്നിട്ടുണ്ട്. വയനാട്ടിൽ ആനിറങ്ങിയ പറയും ആന ഇറങ്ങിയിട്ടുണ്ട്, പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നുപോലെ വീട്ടില് വാപ്പ ഇറങ്ങിയിട്ടുണ്ട്. എന്ത് ഉപ്പ? ഈ മക്കളൊക്കെ കണ്ടിട്ടൊന്ന് പുഞ്ചിരിക്കാതിരിക്കേ ഒന്ന്. ഭാര്യമാരെന്ന് പറയുന്നത് അല്ലാഹു തആല നമുക്ക് നൽകിയ ആഖിറത്തിലേക്കുള്ള ഒരു മുത്താണ്. നമ്മുടെ കുട്ടികളുടെ ഉമ്മ അഥവാ നമ്മുടെ ഭാര്യ, അവരാണ് നമ്മുടെ എല്ലാം. അത്